നമുക്ക് 2 ഓപ്ഷനാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് പ്രാക്ടീസിങ് ചെയ്യുക, അതായത് നമ്മുടെ സൈനിങ് പവർ അവിടെ നമുക്കുണ്ട്. രണ്ടാമത്തെ കേസ് എംപ്ലോയ്മെൻ്റ് ആണ്. അതായത് നമ്മൾ ഒരു കമ്പനിയിൽ, കാരണം അസ് ഓഫ് നൗ 10 crore ഓർ മോർ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉള്ള ഒരു കമ്പനിക്ക് ഇന്ത്യയിൽ കമ്പനി സെക്രട്ടറി നിർബന്ധമാണ്. അപ്പം നമുക്കൊരു ഹൈ സാലറീഡ് ഹൈ വാല്യൂഡ് ഒരു പൊസിഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മളൊരു കമ്പനി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഇപ്പോൾ കമ്പനീസ് ആക്ട് പറയുന്നത് KMP കീ മാനേജറിയൽ പേഴ്സണെ വെക്കണം. സോ അതിൻ്റെ അകത്ത് എടുത്ത് ഒരു ജോബിനെ ക്ലിയർ കട്ടായിട്ട് ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് CS ആണ്. ബാക്കി MD വരും, CFO വരും, ഓക്കെ, അങ്ങനെയൊക്കെ വരുന്ന കേസുകളാണെങ്കിലും വേറെ വോൾ ടൈം ഡയറക്ടർ വരും. ബട്ട് കമ്പനി സെക്രട്ടറി, ഈ കമ്പനി സെക്രട്ടറി ആകണമെങ്കിൽ അവൻ CS പാസ്സാവണം. അപ്പോൾ ഹൈ ലെവൽ നമുക്ക് ഒരു ജോലി സാധ്യത എംപ്ലോയ്മെൻറ്റ് സൈറ്റിലുണ്ട്. സാലറി, ലക്ഷങ്ങൾ സാലറി വാങ്ങിച്ചുകൊണ്ട് ആ കമ്പനിയുടെ അല്ലെ ഗ്രൂപ്പ് കമ്പനീസിൻ്റെ കാര്യം നോക്കിയിരിക്കാം. ഇനിയും കുറച്ചുകൂടി ഫ്രീഡം താല്പര്യപ്പെടുന്ന ആൾക്കാർ, ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി ആണ്, അതിൻ്റെ കൂടെ തന്നെ ഫാക്കൽറ്റിയാണ്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം എൻ്റെ ഫ്രീഡമാണ്. അതായത് എനിക്ക് ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ ഇച്ചിരി മടിയുണ്ട്, ഇച്ചിരി നല്ല മടിയുണ്ട്. ഓക്കെ, അപ്പം ഞാൻ നോക്കുന്നത് ഇവിടെ ഞാനാണ് ബോസ്, എൻ്റെ ബോസ് ഞാൻ തന്നെയാണ്. അപ്പം ഞാനൊരു ഡോക്യുമെൻ്റ് സൈൻ, ഇപ്പം നമുക്ക് കമ്പനി രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ സെക്രട്ടറിയൽ ഓഡിറ്റ് ഉണ്ട് വലിയ വലിയ കമ്പനികൾക്ക്, അതുപോലെ തന്നെ പല ലീഗൽ കംപ്ലയൻസസും കമ്പനികൾക്ക്, അതായത് പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനികൾക്കൊക്കെ ഔട്ട് സൈഡിൽ നിന്നും ചെയ്തു കൊടുക്കുന്നത് നമ്മളാണ്. ഓക്കെ, കമ്പനി സെക്രട്ടറി ഉള്ള കമ്പനിക്കും കമ്പനി സെക്രട്ടറി ഇല്ലാത്ത കമ്പനികൾക്കും ചെറിയ കമ്പനികൾക്കടക്കം നമ്മുടെ ഒരു സഹായം പല കേസുകളിലും ആവശ്യമായിട്ട് വരും. അതിൻ്റെ കൂടെ തന്നെ ഇനി നമ്മളെപ്പോലെ എന്ത് ചെയ്യാം, ടീച്ചിങ് ഫാക്കൽറ്റി ആയിട്ട് ടീച്ചിങ് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു പ്രൊഫഷനും കൂടി നോക്കാവുന്നതാണ്.